അസ്സലാമലൈക്കും എവരിവൺ, വെൽക്കം ടു ടേസ്റ്റി വ്യൂസ്. ഇത് നല്ല ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതുകൊണ്ട് ഈസി ആയിട്ടൊരു റോസ്റ്റ് ഉണ്ടാക്കിയാലോ. അപ്പോൾ 1 കിലോ ചെമ്മീൻ നന്നായി ക്ലീൻ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ അഴുക്കൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ നിന്ന് വാലം വെച്ചിട്ടുണ്ട്. നമുക്കത് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. എളുപ്പത്തിന് വേവാൻ വേണ്ടി ഞാനിന്ന് കുക്കറിലാണ് ചെമ്മീൻ വേവിക്കുന്നത്. അപ്പോൾ ചെമ്മീൻ നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് മാത്രം ചേർത്താൽ മതി, ബാക്കി നമുക്ക് മസാല ഉണ്ടാക്കുമ്പോൾ അതിൽ ചേർക്കാം. ചെമ്മീൻ കുക്കറിൽ വേവിക്കുന്നതിന് പകരം ഒരു മൺചട്ടി വേവിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. നമുക്കിതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായി വേവിച്ചെടുക്കാം. ചെമ്മീൻ അവിടെ നിന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് മസാല ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് ചെറുതായി ചതച്ചെടുക്കാം. ഇനി ചെമ്മീൻ വേവുന്നതിനായിട്ട് നമ്മളിവിടെ 3 വിസിൽ അടുപ്പിച്ചിട്ടുണ്ട്. ചെമ്മീൻ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കാം. മസാല ഉണ്ടാക്കാനായി ആദ്യം ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ട് വരുമ്പോൾ അതിലേക്കൊരു 3/4 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ച സവാള ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. സവാള വഴറ്റുന്നതിൻ്റെ കൂടെ തന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കാം. സവാള വാടി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഒരു 4 പച്ചമുളക് 2ആയി കീറിയത് ഇതിലിട്ട് ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ചെറുതാക്കി അരിഞ്ഞ ഒരു തക്കാളിയാണ് ഇതിലേക്ക് നമ്മൾ ചേർത്തിട്ടുള്ളത്. തക്കാളി ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ആദ്യം നമുക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കാം. മല്ലിപ്പൊടി നന്നായി മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മീറ്റ് മസാല ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയോട് ചേർത്ത് കൊടുക്കാം. ഇനി എരിവിനാവശ്യമായ മുളക് പൊടിയും പാകത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായി മസാല ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ ചേർത്ത എല്ലാ പൊടികളുടെയും പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ അതിൽ വെള്ളത്തോടു കൂടി ഇതിലിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചെമ്മീൻ നമ്മൾ ഉണ്ടാക്കിയ മസാലയുമായി നന്നായി യോജിപ്പിച്ചെടുക്കാം. ഈ വെള്ളം നമുക്ക് കുറഞ്ഞ തീയിലിട്ട്
ചെറുതാക്കി പറ്റിച്ചെടുക്കാം. ഇഷ്ടമെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഒരു ചെറിയ കഷ്ണം കുടംപുളി കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ചെമ്മീനിലേക്ക് മസാല നന്നായി പിടിക്കുന്നതിനായി നമുക്കിതിനെ മൂടി വയ്ക്കാം. അടിയിൽ പിടിക്കാതെ ഇടയ്ക്ക് തുറന്നിളക്കി കൊടുക്കുകയും വേണം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിതിൽ ഗ്രേവിയുടെ അളവ് ക്രമീകരിച്ചെടുക്കാം. നന്നായി ഡ്രൈ ആയിട്ടുള്ളതാണ് ഇഷ്ടമെങ്കിൽ കുറച്ചു നേരം കൂടി തുറന്നു വെച്ച് നന്നായി ഇളക്കിയെടുത്താൽ മതി. നമ്മുടെ അടിപൊളി ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ ഉറപ്പായി സപ്പോർട്ട് ചെയ്യണേ. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കാനും മറക്കരുതേ. പുതിയ വീഡിയോയുമായി കാണുന്നത് വരേക്കും താങ്ക് യു.